നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബോബി ചെമ്മണ്ണൂർ വിഷയത്തിൽ ഇന്നലെ കൃത്യമായ റിപ്പോർട്ടുകൾ പ്രേക്ഷകർക്ക് മുന്നിൽ സമർപ്പിക്കാൻ മലയാളി വാർത്തയ്ക്ക് കഴിഞ്ഞു. ബോബി ചെമ്മണ്ണൂരിന്റെ തട്ടിപ്പുകൾ സംബന്ധിച്ച ഒട്ടനവധി റിപ്പോർട്ടുകൾ പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ളവർക്കെതിരെ പടപൊരുതുന്ന ഒരു പോരാളിയുടെ കുപ്പായം അത് അവകാശപ്പെട്ട് ഒരിക്കൽ പോലും മലയാളി വാർത്ത പ്രേക്ഷകർക്ക് മുന്നിൽ വാർത്തകൾ അവതരിപ്പിച്ചിട്ടില്ല. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ഇന്നേ വരെ ഞാൻ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയുമായി ഒരൊറ്റ അഭിമുഖത്തിനും പോയിരുന്നിട്ടില്ല. ബോബി ചെമ്മണ്ണൂരിനെ ഒന്ന് ഫോണിൽ പോലും ബന്ധപ്പെട്ടിട്ടില്ല. തുടക്കം മുതൽ അയാളുടെ പ്രവർത്തനങ്ങളിലെ ചില പാകപ്പിഴകൾ ശ്രദ്ധിച്ചിരുന്നു. അടിമുടി ഒരു തട്ടിപ്പുകാരനാണോ എന്ന സംശയം. അതുകൊണ്ട് തന്നെ ബോബിയെ പരിചയപ്പെടാനോ ബോബിയുടെ ഒരു അഭിമുഖമെടുക്കാനോ ഉള്ള അവസരങ്ങൾക്കായി ഒട്ടും ശ്രമിച്ചിട്ടുമില്ല. കള്ളപ്പണക്കാരൻ്റെ എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ചൂട്ടുപിടിച്ചു കൊടുത്തത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെയാണ്. ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയെ പൊക്കിപ്പിടിച്ച മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ അയാളെ താഴെയിടുന്ന ഗതികേടിലെത്തി. ജനത്തെ പറ്റിക്കാനുള്ള എല്ലാ സംഗതികളും ചേർത്തുവെച്ച മാധ്യമ പരസ്യങ്ങൾ, അതിലൂടെയാണ് അയാൾ ആദ്യം തലപൊക്കിയത്. പിന്നീട് മാധ്യമങ്ങൾ ഒരുക്കുന്ന വാർത്താ ലോകത്ത് അയാളെ അവർ അങ്ങ് പ്രതിഷ്ഠിച്ചു. ജനങ്ങളെ തട്ടിച്ചു വാങ്ങുന്ന പണം അവരൊക്കെ കൂടി ചേർന്ന് വീതം വെച്ചെടുത്ത കാഴ്ച. ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാം, ഒരിക്കൽ പോലും മലയാളി വാർത്ത ബോബി ചെമ്മണ്ണൂരിന്റെ പക്കൽ നിന്ന് ഒരൊറ്റ പരസ്യം പോലും വാങ്ങിയിട്ടില്ല. ബോബി ചെമ്മണ്ണൂർ എന്നല്ല, ഒരൊറ്റ പരസ്യ സ്ഥാപനങ്ങളിൽ നിന്നും മലയാളി വാർത്ത പരസ്യം സ്വീകരിക്കാറുമില്ല. ബോബി ചെമ്മണ്ണൂർ എന്ന അശ്ലീലത്തിന് ഇവിടെ എവിടെയാണ് പിഴച്ചത്? അയാളെക്കാൾ താരമൂല്യമുള്ള ഒരു നടി രംഗത്ത് വന്നു. നടിക്കൊപ്പം ഭരണകൂടവും ഒത്തുചേർന്നപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ പൂട്ടുക എന്ന ലക്ഷ്യത്തിലേക്ക് കേരള പോലീസ് കടന്നു. എല്ലാ സംവിധാനങ്ങളും ബോബി ചെമ്മണ്ണൂരിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ മുഖ്യധാരക്കാർ അയാളെ വലിച്ചെറിഞ്ഞു. പിന്നീട് അവർ ചവിട്ടി വീഴ്ത്താനുള്ള ശ്രമം നടത്തുന്നു. ഇവിടെ കേരളത്തിന്റെ മാധ്യമ സമൂഹം അയാൾക്ക് ചാർത്തിക്കൊടുക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്, വ്യവസായി എന്ന പേര്. അയാൾ എവിടെയാണ് ഒരു വ്യവസായിയായി മാറുന്നത്? മിക്ക മാധ്യമങ്ങളും ചാനലുകളും തലക്കെട്ടിൽ കൊടുക്കുന്നത് വ്യവസായ പ്രമുഖനായ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത. നാട്ടുകാരെ തട്ടിച്ചും വെട്ടിച്ചും തരികിട പ്രവർത്തനങ്ങൾ നടത്തിയുമൊക്കെ കുറെ പണമുണ്ടാക്കുന്നതാണോ ഇവിടുത്തെ വ്യവസായം? എന്തെങ്കിലും ഒരു ഉൽപാദനം നടത്തി കേരളത്തിന്റെ പൊതുസമൂഹത്തിനും ഇവിടുത്തെ വികസന കാര്യത്തിലും എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ അയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയുടെ മെയിൻ ബിസിനസ് എന്തെങ്കിലുമൊക്കെ തരികടകൾ കാണിച്ച് നാട്ടുകാരുടെ പണം പോക്കറ്റിലിടുക എന്നത് തന്നെ. അതിനയാൾ ദ്വയാർത്ഥ പ്രയോഗങ്ങളും കേരളത്തിന്റെ താരമൂല്യവുമൊക്കെ ഉപയോഗപ്പെടുത്തും. നാട്ടുകാരുടെ പണം സ്വന്തം കീശയിലിട്ട് ആർഭാടത്തിനും ലൈംഗിക അരാജകത്വത്തിനുമൊക്കെ അയാൾ ഉപയോഗിക്കും. ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയുടെ സ്വർണ്ണക്കടകളും അയാളുടെ പണമിടപാട് സ്ഥാപനങ്ങളുമൊക്കെ നാട്ടുകാരുടെ കാശ് കളക്ട് ചെയ്യാനുള്ള ഡിപ്പോസിറ്റ് കളക്ഷൻ സെന്ററുകൾ തന്നെയാണ്. ഇന്നലെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ച ബോബി ചെമ്മണ്ണൂരിനെ ആദ്യം പോലീസ് ലോക്കപ്പിലിട്ടു. എന്നാൽ ചില ഇടപെടലുകളെ തുടർന്നാണ് അയാളെ പുറത്തുള്ള ബെഞ്ചിൽ പിന്നീടിരുത്തിയത്. ആ ബെഞ്ചിൽ കൊതുകുകടിയൊക്കെ കൊണ്ടിരിക്കുന്ന ബോബി ചെമ്മണ്ണൂർ. ഇവിടെയാണ് നമ്മൾ ഹണി റോസിന്റെ ചില വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത്. താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ. ഞാൻ ഭാരതത്തിന്റെ നിയമവ്യവസ്ഥയിൽ ശക്തമായി വിശ്വസിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ ആ ഉണക്ക ബെഞ്ചിലിരിക്കുമ്പോൾ സ്റ്റേഷന് പുറത്ത് രാമൻപിള്ള അസോസിയേറ്റ്സിലെ അഭിഭാഷകർ, അവരും ബോബി ചെമ്മണ്ണൂരിന്റെ മാനേജർമാരും സുഹൃത്തുക്കളുമായി കൂടിയാലോചനകൾ നടത്തുന്നു. കോടതിയിൽ ഒട്ടും ഭയപ്പെടേണ്ടതില്ല എന്നാണ് രാമൻപിള്ള അസോസിയേറ്റ്സ് ബോബി ചെമ്മണ്ണൂരിന്റെ ആൾക്കാർക്ക് കൊടുത്ത ധൈര്യം. ഇതിനിടയിൽ ചില സുഹൃത്തുക്കൾ ബോബി ചെമ്മണ്ണൂരുമായി ചില ചർച്ചകളും തുടരുന്നു. ബോബി ചെമ്മണ്ണൂർ CPMുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നയാളാണ്. മുഹമ്മദ് റിയാസിന്റെ കാരവൻ പദ്ധതിക്കടക്കം ബോബി പലപ്പോഴും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ എല്ലാ പ്രോഗ്രാമുകൾക്കും ബോബി കൈയയച്ച് സഹായിക്കാറുമുണ്ട് എന്നൊക്കെ സുഹൃത്തുക്കളും ബോബിയോട് അടുപ്പമുള്ളവരും പറയുന്നു. എന്നിട്ടും CPMും ഭരണകൂടവുമൊക്കെ ബോബിയെ തഴഞ്ഞു ചതിച്ചു. നിയമവ്യവസ്ഥ ശക്തമായി ഇടപെട്ടതോടെ പരാതി നൽകി നേരത്തോട് നേരം കഴിയുന്നതിന് മുൻപ് ബോബി ചെമ്മണ്ണൂരിനെ അകത്തിട്ട പോലീസ്. മിന്നൽ വേഗതയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇന്നലെ തന്നെ ഹണി റോസിന്റെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകി. മുഖ്യമന്ത്രി, DGP, ADGP, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ തുടങ്ങിയവരുമായി സംസാരിച്ചതിന് ശേഷമാണ് കൃത്യമായ നിയമവഴിയിലൂടെ ഹണി റോസ് നീങ്ങിയത്. അഭിഭാഷകർ ബോബി ചെമ്മണ്ണൂരിന് കൊടുത്തിരിക്കുന്ന ധൈര്യം മറ്റൊന്ന്. ഒരു കാരണവശാലും കുറ്റം ചെയ്തു എന്ന് പോലീസിന് മുന്നിൽ സമ്മതിക്കരുത്. കുന്തിദേവി പുരാണത്തിലെ ഒരു കഥാപാത്രമാണ്.
കുന്തി ദേവിയോട് ഉപമിച്ച് ഹണി റോസിനെ കൂടുതൽ ബഹുമാനിക്കുക മാത്രമാണ് ബോബി ചെമ്മണ്ണൂർ ചെയ്തത് എന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ആവർത്തിക്കുക. ഇതൊന്നും അത്ര വലിയ കേസായി വരില്ല. എന്നാൽ സൈബർ പോലീസ് ഇക്കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സമൂഹ മാധ്യമങ്ങളിൽ ബോബി ചെമ്മണ്ണൂർ മറ്റ് നിരവധി വീഡിയോകളിലൂടെ സ്ത്രീകളെ അധിക്ഷേപിച്ച മുഴുവൻ വിവരങ്ങളും ഇപ്പോൾ ശേഖരിച്ചു കഴിഞ്ഞു. വൃത്തികെട്ട മലീമസമായ ഭാഷ പല വീഡിയോകളിലും അയാൾ ഉപയോഗിക്കുന്നു. ന്യൂ ഇയർ പ്രോഗ്രാമിനോടനുബന്ധിച്ച് 2 പെഗ് ഞങ്ങൾ തരും, കളിക്കാനുള്ളതൊക്കെ നിങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ അയാൾ തട്ടിവിടുന്നുണ്ട്. പഴംപൊരി പോലും അയാൾ വെറുതെ വിടുന്നില്ല. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 മണിക്ക് ഹണി റോസ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതോടെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ വീഴ്ചയുടെ തുടക്കം. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മണിക്കൂറുകൾക്കകം അയാൾ തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് തന്നെ വയനാട്ടിലെ റിസോർട്ടിലേക്ക് പാഞ്ഞു. ഏതു വിധേനയും തൊട്ടടുത്ത ദിവസം കോയമ്പത്തൂരിലെത്തി തന്റെ ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് എവിടേക്കെങ്കിലും സുരക്ഷിതമായി കടന്നുകളയാനുള്ള പദ്ധതി അത് കേരള പോലീസ് പൊളിച്ചെറിഞ്ഞു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ ബോബിയുടെ ജുവലറി ഉദ്ഘാടന സമയത്ത് ശരീരത്തിൽ സ്പർശിച്ചും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയും ബോബി ഉപദ്രവം നടത്തി എന്ന് ഹണി റോസ് തന്റെ പരാതിയിൽ പറയുന്നു. മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ രഹസ്യമൊഴിയിലും ശക്തമായി ബോബിയെ തകർക്കുന്ന പലതുമുണ്ട്. പിന്നീട് ഒരു ജിമ്മിന്റെ ഉദ്ഘാടന സമയത്തും ദ്വയാർത്ഥ പ്രയോഗം ആവർത്തിച്ചുവെന്നാണ് ഹണി റോസിന്റെ പരാതിയിൽ. അതിനുശേഷം പല അഭിമുഖങ്ങളിലും തനിക്ക് നേരെ നടത്തിയ ലൈംഗിക അധിക്ഷേപങ്ങൾ അടക്കമാണ് ഹണി റോസ് പോലീസിന് നൽകിയ പരാതി. മേപ്പാടിയിൽ 1000 ഏക്കർ എന്ന തേയില എസ്റ്റേറ്റിലെ റിസോർട്ടിൽ ബോബി ഉണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസിന്റെ ചടുല നീക്കങ്ങൾ. എറണാകുളത്തെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം ആരുമറിയാതെ മഫ്തിയിൽ നേരെ വയനാട്ടിലേക്ക് കുതിച്ചു. അവരുടെ സഹായത്തിന് കൊച്ചി ഡാൻസ് ഓഫ് സംഘവും. വയനാട്ടിൽ ഈ വിവരമറിയിച്ചത് വയനാട് SP തപോഷ് ബസുമധാരിയെ മാത്രം. മറ്റാരെയും ഈ വിവരം അറിയിച്ചില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇടപെട്ട കേസ്. ശക്തമായ കരുനീക്കങ്ങൾ പോലീസ് ആസ്ഥാനത്ത് നിന്നും നടത്തി. അവർ തന്നെയാണ് വയനാട് SP വിവരമറിയിച്ചത്. എല്ലാ സഹായങ്ങളും വേണ്ട സമയത്ത് ഒരുക്കണമെന്ന നിർദ്ദേശവും നൽകി. വയനാട് റിസോർട്ടിൽ ഇരുചെവി അറിയാതെയാണ് ബോബി ചെമ്മണ്ണൂർ ചെന്ന് കയറിയത്. അവിടെയുള്ള തൊഴിലാളികൾ പോലും ഇത് തിരിച്ചറിഞ്ഞില്ല. കോയമ്പത്തൂരിലേക്ക് തൊട്ടടുത്ത ദിവസം രാവിലെ ബോബി ചെമ്മണ്ണൂർ കടന്നു കളയുമെന്ന വിവരം പോലീസിന് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ വെളുപ്പിന് 4 മണിക്ക് ബോബി ചെമ്മണ്ണൂരിന്റെ ഫാം ഹൗസ് വളഞ്ഞ് പോലീസ് ജാഗ്രതയോടെ നിലയുറപ്പിച്ചു. രാവിലെ 7:30 മണിയോടെ 2 വാഹനങ്ങളിലായി പുറത്തേക്ക് വന്ന ബോബി ചെമ്മണ്ണൂരിനും സംഘത്തിനും നേർക്ക് പോലീസ് ചാടി വീണു. പോലീസ് തങ്ങളുടെ വാഹനം വട്ടമിട്ട് ബോബിയെ പിടികൂടി. തൊട്ടടുത്ത AR ക്യാമ്പിലേക്ക് പിന്നീട് ബോബിയെ കൂട്ടിക്കൊണ്ടുപോയി. 1.5 മണിക്കൂറോളം പ്രാഥമിക ചോദ്യം ചെയ്യലിനു ശേഷം 9 മണിയോടെ നേരെ കൊച്ചിയിലേക്ക്. വൈകുന്നേരം കൊച്ചിയിലെത്തി. തുടർന്ന് മെഡിക്കൽ പരിശോധന. ജാമ്യമില്ലാ വകുപ്പുകളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് ചുമത്തിയത്. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം തിരികെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി. രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചേർത്തേക്കും എന്ന സൂചന ഇപ്പോൾ പോലീസ് നൽകുന്നു. എന്നാൽ കട്ടയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി രാമൻപിള്ള അസോസിയേറ്റ്സ് ബോബിക്കൊപ്പം നിൽക്കുന്നു. അതുതന്നെയാണ് ബോബിയുടെയും കൂട്ടാളികളുടെയും പ്രതീക്ഷ. മുൻപ് ദിലീപ് കേസിൽ ദിലീപിന് എല്ലാവിധ നിയമ സംവിധാനങ്ങളും ഒരുക്കിയത് രാമൻപിള്ള അസോസിയേറ്റ്സ് തന്നെയായിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെതിരെ അത്ര രൂക്ഷമായ പരാതിയൊന്നുമില്ല എന്ന വാദം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. ഹണി റോസിനെ ശക്തമായി വിമർശിച്ചുകൊണ്ടും ചിലർ രംഗത്തെത്തുന്നു. അവരുടെ വസ്ത്രധാരണ രീതിയെയാണ് പൊതുവെ വിമർശിക്കപ്പെടുന്നത്. ഇവിടെ ഹണി റോസ് അല്ല, കേരളത്തിലെ ഏതെങ്കിലും ഒരു സാധാരണ സ്ത്രീയായിരുന്നുവെങ്കിൽ അവർക്ക് ഇത്തരമൊരു നീതി ലഭിക്കുമായിരുന്നു എന്ന ചോദ്യം സ്വാഭാവികമാണ്, ന്യായമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും പോലീസ് സംവിധാനങ്ങളുമൊക്കെ ഉണർന്നു പ്രവർത്തിച്ചത് ഹണി റോസ് എന്ന സെലിബ്രിറ്റി ഇത്തരമൊരു യുദ്ധം പ്രഖ്യാപിച്ചപ്പോഴല്ലേ എന്ന വിമർശനങ്ങൾക്കും ഭരണകൂടത്തിന് ഉത്തരം നൽകുക എളുപ്പമല്ല. കൊച്ചി സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴും യാതൊരുവിധ ഭാവഭേദവും ഇല്ലാതെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ കൂസാതെയുള്ള ഇരിപ്പ്. കനത്ത പോലീസ് കാവലിലാണ് ബോബി ചെമ്മണ്ണൂരിനെ സ്റ്റേഷനിൽ എത്തിച്ചത്. ചുറ്റും കൂടിയ മാധ്യമപ്രവർത്തകരോട് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നയാൾ പറഞ്ഞു. പോലീസ് ജീപ്പിനുള്ളിലും യാതൊരുവിധ കൂസലുകളുമില്ലാതെ ചിരിയോടെയാണ് ബോബി ചെമ്മണ്ണൂർ ഇരുന്നത് എന്ന് പോലീസുകാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അയാൾക്ക് യാതൊരുവിധ ഭാവഭേദങ്ങളുമില്ല. ആദ്യം പോലീസ് പിടികൂടിയപ്പോൾ അയാൾ വല്ലാതെ വിറച്ചിരുന്നു. എന്നാൽ പോലീസ് ജീപ്പിനുള്ളിൽ കടന്നപ്പോൾ എല്ലാവരും സൗഹൃദപരമായി പെരുമാറുന്നത് കണ്ട് ബോബി കൂസലില്ലാതിരുന്നു. രാമൻപിള്ള അസോസിയേറ്റ്സ് കൊടുത്ത ധൈര്യം തന്നെയാണ് ഈ കൂസലില്ലായ്മയ്ക്ക് പിന്നിൽ എന്ന് പോലീസിന് കൃത്യമായി മനസ്സിലായി.
ഗുരുതരമായ വകുപ്പുകൾ ബോബിക്കെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന കേസുകളിൽ ചുമത്താൻ കഴിയില്ല. മറ്റ് അശ്ലീല പ്രയോഗങ്ങളിൽ ബോബിയുടെ എതിർഭാഗത്തിരിക്കുന്നവർക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ എന്ത് കേസ് എന്ന ചോദ്യമാണ് രാമൻപിള്ള അസോസിയേറ്റ്സും ഉയർത്തുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തു. അയാളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സംശയങ്ങൾ പോലീസിന് മുന്നിലുണ്ട്. മറ്റ് ചില പരാതികൾ കൂടി ഇന്ന് പോലീസിന് മുന്നിലെത്തും എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ബോബി ചെമ്മണ്ണൂർ ഉപയോഗിച്ചിരുന്ന ഐഫോണാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് ഇന്ന് രാവിലെ ബോബി ചെമ്മണ്ണൂരിനെ വിധേയനാക്കി. തുടർന്നാണ് ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ. വലിയ പീഡന പരാതിയൊന്നും ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിക്കെതിരെ നിലവിൽ ഉയർന്നു വന്നിട്ടില്ല. പക്ഷേ ഇതൊരു സമ്പൂർണ്ണ വീഴ്ചയാണ്. അശ്ലീല ഭാഷണങ്ങളോടെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ച് ആഭാസത്തിന്റെ കൊടുമുടിയിൽ കയറിയ പണത്തിന്റെ ഹുങ്കുകാരനെ ഒടുവിൽ നിയമത്തിന്റെ വഴികളിലൂടെ താഴെയിടുന്ന ഒരു സുന്ദര അനുഭവം. ഏതു വിധേനയും ഹണി റോസിന്റെ പരാതി പിൻവലിക്കാൻ സർവത്ര പയറ്റിയിരുന്നു ഇതിനിടയിൽ ബോബി ചെമ്മണ്ണൂർ. ഇടയ്ക്ക് ഹണി റോസിനോട് ഖേദം പ്രകടിപ്പിക്കുകയും മാപ്പ് പറയുകയും ഒക്കെ അയാൾ ചെയ്തു. എന്നാൽ ഒന്നിനു മുന്നിലും ഇനി വിട്ടുവീഴ്ച വേണ്ട എന്ന ഉറച്ച തീരുമാനത്തിൽ ഹണി റോസ് എത്തിയിരുന്നു. നിലവിൽ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയത്. സ്ത്രീകൾക്ക് നേരെ അശ്ലീല പരാമർശം നടത്തൽ, അത്തരം പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ഹണി റോസിനെതിരായ പരാമർശം അവഹേളിക്കാനായിരുന്നില്ല എന്ന് പോലീസിന് മുന്നിൽ ബോബി ചെമ്മണ്ണൂർ മൊഴി നൽകി. വേദിയിൽ മാത്രമായി പറഞ്ഞ പരാമർശം വളച്ചൊടിക്കപ്പെട്ടു. ഹണി റോസ് ഇപ്പോൾ പരാതി നൽകിയതിൽ ചില പൊരുത്തക്കേടുണ്ട്. ഹണി റോസ് എന്തോ തെറ്റിദ്ധരിച്ചുവെന്നും അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും പോലീസിന് മുന്നിൽ ബോബി ചെമ്മണ്ണൂർ നൽകിയ മൊഴിയിൽ പറയുന്നു. ഹണി റോസിന് പിന്നിൽ സംസ്ഥാന ഭരണകൂടവും പോലീസ് സംവിധാനങ്ങളും ഒക്കെ കട്ടയ്ക്ക് നിൽക്കുന്നു. ബോബി ചെമ്മണ്ണൂർ എന്ന ആഭാസൻ നിലം പൊത്തുന്നു. രസകരമായ കാഴ്ചകളാണ് കേരളത്തിന് മുന്നിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.